നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ലണ്ടൻ ഹീത്രോ എയർപോർട്ട് ടെർമിനൽ 3, അതിൻ്റെ ഫ്രണ്ടിൽ ഞാനും. അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കുന്നത് വെർജിൻ അറ്റ്ലാന്റിക് ഫ്ലൈറ്റിൽ കയറിയിട്ട് നേരെ ഇന്ത്യയിലേക്ക് പോകുന്നതാണ്. അപ്പം ചെക്കിംഗ് ഒക്കെ ചെയ്തു, എയർപോർട്ടിനകത്ത് കയറി, നേരെ ലക്ഷ്യം ഡ്യൂട്ടി ഫ്രീ ആണ്. അപ്പോൾ അവിടെയുള്ള ഓരോ കുപ്പിയൊക്കെ നോക്കി, ഇത് ബോംബെ സഫയറാണ്, ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്തിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്താം. ഇത് ജുറ നല്ലൊരു സിംഗിൾ മാൾട്ട് വിസ്കിയാണ്, ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇത് ജുറയുടെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസാണ്. ഇതും നല്ലതാണെന്ന് തോന്നുന്നു, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ജാമിസൻ്റെ ഒരു ഐറിഷ് വിസ്കിയാണ്, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്തിട്ടുള്ളവർ കമൻറ്റിൽ എങ്ങനെയുണ്ടെന്ന് പറയണം. അങ്ങനെ കുപ്പിയുടെ പരിപാടിയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നേരെ തിരിഞ്ഞപ്പോൾ കണ്ടത് ഈ കടയാണ്. അവിടെ ഞാൻ കയറിയില്ല. അവിടെ ഞാൻ കയറാതെ നേരെ പതിയെ നടന്ന് മുന്നോട്ട് പോയത് ഈ സംഭവങ്ങളിരിക്കുകയാണ്. അതിലൊരു ചെറിയ ക്രൈസ് ഉണ്ട്. പണ്ട് ക്രിക്കറ്റ് കളി കാണുന്ന കാലം മുതലേ ഇത്തരം സൺഗ്ലാസുകളോട് ഒരു ചെറിയ ക്രൈസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോയ്ക്കും വീഡിയോ ഒക്കെ എടുത്ത് വിലയൊക്കെ നോക്കിയിട്ട് ഒന്നും വാങ്ങാതെ തിരിച്ചു പോയി. വില ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെറും 132 പൗണ്ട്, 159 പൗണ്ടൊക്കെയാണ്. ഇത് ഇംഗ്ലണ്ടിൽ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ ആണ് എന്ന് വേണം പറയാൻ. ഇന്ത്യയിലെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ശമ്പളത്തിലൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞ് നേരെ ചോക്ലേറ്റ്. ഇത് നല്ലൊരു ചോക്ലേറ്റാണ്. UK നാട്ടിൽ വരുന്നവർക്ക് സ്ഥിരം മേടിച്ചുകൊണ്ട് വരുന്നൊരു ചോക്ലേറ്റാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ 7.50 പൗണ്ടാണ്. ടെസ്കോയിൽ ക്ലബ് കാർഡിന് ഓഫറിന് ഇതിപ്പം ഓഫറിൽ വിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 പൗണ്ടിന് ഈ ചോക്ലേറ്റ് വാങ്ങിക്കാൻ പറ്റും. ഇത് സെലിബ്രേഷൻ കോമൺ ആയിട്ട് എല്ലാവരും നാട്ടിൽ വരുന്ന എല്ലാവരും, അല്ലെങ്കിൽ UKയിനകത്ത് കാണുന്നവർ, തമ്മിൽ കാണുന്നവരൊക്കെ വാങ്ങുന്ന ഒരു ചോക്ലേറ്റാണ്. പക്ഷേ ഞാൻ ഇതൊക്കെ വെറുതെ ഷൂട്ട് ചെയ്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് നേരെ ചെന്നത് ഒരു സുവനീർ ഷോപ്പിലാണ്. ഇവിടെ 4 കീ റിങ്സ് അല്ലെങ്കിൽ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ 15 പൗണ്ട്. ഞാൻ നിങ്ങൾ ഓരോ കീ റിങ്ങായിട്ട് കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ കീ ചെയിൻ എന്ന് പറയുന്ന സംഭവം കാണാനൊക്കെ നല്ല ഭംഗിയാണ്. വാങ്ങിച്ചാലോ എന്ന് ഞാൻ പലതവണ വിചാരിച്ചെങ്കിലും വാങ്ങിച്ചില്ല. അതിൽ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. പിന്നെ അതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്തു. കുറച്ചപ്പുറത്താണ് മാഗ്നറ്റ്സിൻ്റെ തരുന്നത്. ഇത് ലണ്ടനിലൊക്കെ വന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് കറങ്ങി പോകുന്ന ആൾക്കാർക്ക് മേടിച്ചാൽ വീട്ടിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പാണ്. സംഭവം എല്ലാം കൊള്ളാം. എന്നാലും ഞാൻ ഒന്നും മേടിച്ചില്ല. നേരെ കഫേ നിയറിലേക്ക് പോയി കോഫി കുടിക്കാൻ അവിടുത്തെ ക്യൂ കണ്ടപ്പോഴേ ഞാൻ റിവേഴ്സ് കയറിയിട്ടു. എന്ത് മര്യാദയോടെയാണ് ആൾക്കാർ ക്യൂ നിന്ന് കേട്ടോ. നേരെ അവിടെ നിന്ന് വിട്ടത് ഫോൺ നോക്കാനായിട്ടായിരുന്നു. iPhone 17 Pro Max എടുത്താലോ എന്ന് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. കാരണം കയ്യിലിരിക്കുന്ന ഫോൺ ഇപ്പോൾ ഏകദേശം 5 വർഷമായി. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് GoProയിലാണ്. അപ്പം ഒരു Pro Max എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാം ഫോണിൽ ചെയ്യാമെന്ന് വിചാരിച്ച് അതിൻ്റെ ക്യാമറ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സെൽഫി ക്യാമറ എനിക്ക് കുറച്ച് ഇമ്പ്രസീവായിട്ടാണ് തോന്നിയത് വെൻ കമ്പയറിങ് ടു S26 Ultra. അതിനുശേഷം ഞാൻ ക്യാമറയുടെ പല വീഡിയോയും ഫോട്ടോയും പല മോഡുകളൊക്കെ നോക്കി, ബാക്ക് ക്യാമറയൊക്കെ നോക്കി. ഓവറോൾ കൊള്ളാം. ഈ ഇരിക്കുന്നത് ആപ്പിളിൻ്റെ പുതിയ ലാപ്ടോപ്പ് നിയോ ആണ്. ഇത് 256 GB വേർഷനാണ്. ഇത് മുടിഞ്ഞ വിലയാണ് എന്ന് തോന്നിയിട്ട് ഞാൻ അപ്പുറത്ത് മാക്ബുക്ക് നോക്കി. പിന്നെ ഇത് രണ്ടും വാങ്ങിക്കാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നേരെ സ്ഥലം വിട്ടു. പോകുന്ന വഴിക്കാണ് ഈ ജാപ്പനീസ് ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റ് കണ്ടത്. നിങ്ങൾ അങ്ങോട്ട് നോക്കി, ഫുഡ് ഇങ്ങനെ കറങ്ങി വരുന്നതായിട്ട് കാണാം. ഫുഡ് എവിടെയെങ്കിലും ഇങ്ങനെ പ്രദർശിപ്പിക്കാനായിട്ട് വയ്ക്കില്ലേ, അങ്ങനെ വയ്ക്കുന്നതിന് പകരം അവർ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ച് ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നി. കാണാനും ഭംഗിയുണ്ട്. അവരുടെ ജാപ്പനീസ് സ്റ്റൈലിൽ ഫുഡൊക്കെ ഇങ്ങനെ വരിയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ കാണുന്നത് നേരത്തെ കണ്ട പോലെ വൈനിൻ്റെയോ വിസ്കിയുടെയോ ഒന്നും ബോട്ടിലല്ല. ഇത് ബിസ്ക്കറ്റാണ്. എന്ത് ഭംഗിയെന്ന് നോക്ക്. ആ ഡിസൈനും അടുക്കി വെച്ചിരിക്കുന്നതും ഒക്കെ കാണാനായിട്ട് പെട്ടെന്ന് കണ്ടാൽ വൈനോ വിസ്കിയോ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇത് ബിസ്ക്കറ്റാണ്. പിന്നെ പല്ല് വയ്യാത്തതുകൊണ്ടും പല്ല് നന്നാക്കാനായിട്ട് നാട്ടിലോട്ട് പോകുന്നതുകൊണ്ടും ബിസ്ക്കറ്റൊന്നും മേടിച്ച് പല്ല് കേടാക്കണ്ടെന്ന് വിചാരിച്ചു. കുട്ടിക്കാലത്ത് കുറേ ബിസ്ക്കറ്റ് കഴിച്ചാണ് ഇപ്പോൾ ഈ പരുവായത്. അതുകൊണ്ട് ഇപ്പം കൊച്ചിന് പോലും ബിസ്ക്കറ്റ് കൊടുക്കാറില്ല. അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് എയർപോർട്ട് ഏകദേശം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടപ്പോഴാണ് വേൾഡ് ഓഫ് വിസ്കിയിലെത്തിയത്. വിസ്കിയുടെ ഏറ്റവും ഒരു കിടിലൻ ഐറ്റമാണ് ഇരിക്കുന്നത് ഗ്ലെൻഫിഡിക്. കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോൾ ഞാൻ മേടിച്ചായിരുന്നു. ഇത് 18 വർഷം പഴക്കമുള്ള ഗ്ലെൻഫിഡിക്കാണ്. ഞാൻ മേടിച്ചത് 12 കൊല്ലത്തെയാണ് കഴിഞ്ഞ വട്ടം വന്നപ്പോൾ. ഇത് 23 വർഷം പഴക്കമുള്ളത്. ഇതിനൊക്കെ വില എത്രയാണ് നോക്കിയില്ല. എനിക്ക് തോന്നുന്നു 18 വർഷം പഴക്കമുള്ളതിന് തന്നെ 100 പൗണ്ട് വില ഉണ്ടാവും. ഇത് 21 വർഷം പഴക്കമുള്ള ഗ്ലെൻഫിഡിക്കാണ്. സിംഗിൾ മോൾട്ട് വിസ്കിയാണ്.
അതൊക്കെ കണ്ട് കണ്ണും തള്ളി വീഡിയോ എടുത്ത് നേരെ നമ്മുടെ ഫ്ലൈറ്റ് കിടക്കുന്ന ഗേറ്റിൻ്റെ അടുത്തോട്ട് പോയി. ഈ പോകുന്ന എയർ ബസ് വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ ഈ എയർ ബസ്സിലാണ് ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്ര. അങ്ങനെ ഗേറ്റ് വഴി ഫ്ലൈറ്റിൽ കയറാനായിട്ട് ഉള്ള ക്യൂവിലാണ് ഞാനിപ്പം. ഞാൻ ആദ്യമായിട്ടാണ് വെർജിൻ അറ്റ്ലാന്റിക്കിൽ നാട്ടിലേക്ക് പോകുന്നത്. ഇതിനു മുമ്പ് പോയതൊക്കെ ഗൾഫ് എയറിലും എത്തിയാദിലൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് വെർജിൻ അറ്റ്ലാന്റിക്കിൽ പോകുന്നത്. അപ്പം എങ്ങനെയായിരിക്കും സംഭവം എന്നൊക്കെ അറിയാനായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കി പതിയെ മുന്നോട്ട് പോവുകയാണ്. സീറ്റ് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ നെക്ക് സപ്പോർട്ടർ നല്ല കംഫർട്ടബിൾ ആയിരുന്നു ത്രൂ ഔട്ട് ജേണി എന്ന് എടുത്ത് പറയണം. സീറ്റ് കണ്ടാൽ വലിയ കട്ടിയില്ല, കുഷ്യനില്ല എന്നൊക്കെ തോന്നുമെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ കയറി ഉടനെ ചെയ്യുന്ന പോലെ സ്ക്രീനൊക്കെ ഒന്ന് തപ്പി എടുത്ത് ഏതൊക്കെ സിനിമയുണ്ടെന്ന് നോക്കി. ഞാൻ മലയാള സിനിമ നോക്കിയപ്പോൾ ആകെ ഒരെണ്ണേ ഉള്ളൂ. അതേതാണെന്ന് ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമോ മനസ്സിലാവും. അങ്ങനെ ഓരോ സിനിമയായിട്ട് ഹിന്ദി ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു. ദിൽവാലെ ദുൽഹനിയ ലേ ചായ ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ഫ്ലൈറ്റ് യാത്രയിലായിരുന്നു. ദേവ ഉണ്ടായിരുന്നു, ദൃശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കി ഇത് ഏറ്റവും അവസാനം നമ്മുടെ ലാലേട്ടൻ്റെ തുടരും ഞാൻ കണ്ടതാണ്. എന്നാലും കുറച്ച് നേരം ഇന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്ലൈറ്റ് പതിയെ അനങ്ങി തുടങ്ങി. റൺവേയിലേക്കുള്ള യാത്രയിലാണ്. എനിക്ക് വിൻഡോ സൈഡ് സീറ്റല്ല, വിൻഡോ സൈഡിലിരുന്ന ചേച്ചിക്ക് ക്യാമറ കൊടുത്തിട്ട് ടേക്ക് ഓഫ് ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ ചേച്ചി പകർത്തി തന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങളീ കാണുന്നത് ഹീത്രോ എയർപോർട്ടിൻ്റെ റൺവേയിലൂടെ വെർജിൻ അറ്റ്ലാന്റിക് ഫ്ലൈറ്റ് പറന്നുയരുന്ന കാഴ്ചയാണ്. ലണ്ടൻ ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു കൊച്ചി, കൊച്ചിയിൽ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പിടിച്ച് നാട്ടിലേക്ക് പോകുന്ന യാത്രയുടെ ആദ്യത്തെ പാർട്ട് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് ഏകദേശം ടേക്ക് ഓഫിലേക്ക് അടുക്കുകയാണ്. അത്യാവശ്യം നല്ല ഒരു എയർപോർട്ട് വ്യൂ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ യാത്ര വീട്ടിലേക്കുള്ളൊരു സർപ്രൈസ് വിസിറ്റാണ്. അപ്പം തുടർന്നുള്ള ഭാഗം കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതേ നിങ്ങളീ കാണുന്നത് ഹീത്രോ എയർപോർട്ടിൻ്റെ ടെർമിനൽ 5 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ. ഓക്കെ, സി യു, ബൈ.